channel. ഇന്ന് നമ്മൾ ക്ലാസ് 10ന്റെ ട്രയാംഗിൾസിലെ 7th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. Prove that the sum of the squares of the sides of a rhombus is equal to the sum of the squares of its diagonal. അതായത് ഒരു റോംബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം റോംബസിന്റെ പ്രത്യേകത എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അനദർ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അതായത് ഇന്റർസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. അതേപോലെ ഓരോ ഡയഗണൽസിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് റോംബസിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ റോംബസിന്റെ എല്ലാ സൈഡ്സിന്റെയും സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് ഡയഗണൽസിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AB square plus BC square plus CD square plus AD square is equal to ഡയഗണൽസ് ഏതൊക്കെയാണ്? ഡയഗണൽ AC എന്ന് പറയുന്നതും BD എന്ന് പറയുന്നതുമാണ് രണ്ട് ഡയഗണൽ. അതിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തിലേക്ക് പോകാം. Given a rhombus ABCD AC and BD are two diagonals. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം റോംബസ് diagonals of a rhombus bisect each other. Diagonals of a rhombus is bisect each other. Perpendicular bisector ആണ് bisect each other. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. എന്തൊക്കെ എഴുതാം? OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്ന ലെങ്തും ഈക്വൽ ആണെന്ന് എഴുതാം. OA is equal to OC and OB is equal to OD. ഡയഗണൽസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഡയഗണലിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് OB is equal to OD. പിന്നെ നമുക്കറിയാം ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അതുകൊണ്ട് ഓരോ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ആംഗിൾ AOD is equal to ആംഗിൾ COD is equal to 90 ഡിഗ്രി and ആംഗിൾ AOB is equal to ആംഗിൾ BOC is equal to 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഓരോ ആംഗിളും എന്തായിട്ട് മാറും? 90 ഡിഗ്രി. നമുക്കിനി കൺസിഡർ ചെയ്യാം. നമുക്കിനി പ്രൂഫിലേക്ക് പോകാം. പ്രൂഫിലേക്ക് പോകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഓരോ ട്രയാംഗിളുമാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് വേണ്ടത് AB സ്ക്വയർ BC സ്ക്വയർ DC സ്ക്വയർ AD സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈ ട്രയാംഗിൾ AOB. നമുക്കറിയാം AOB is a right angled triangle at O. അല്ലേ? റൈറ്റ് ആംഗിൾ അറ്റ് O. അതേപോലെ BOC എന്ന് പറയുന്നതും ഒരു റൈറ്റ് ആംഗിൾ ആണ്. COD എന്ന് പറയുന്നതും ഒരു റൈറ്റ് ആംഗിൾ ആണ്. DOA എന്ന് പറയുന്നതും അനദർ റൈറ്റ് ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് അപ്ലൈ ചെയ്യാം? ബൈ പൈതഗോറസ് തിയറം. യൂസിങ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? നമുക്കറിയാം ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം AB സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ എന്ന് എഴുതാം. AB സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് OB സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ സിമിലർലി ഇട്ട് നമുക്ക് ബാക്കി ഓരോ ട്രയാംഗിളിലും എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം സിമിലർലി BC സ്ക്വയർ ഈസ് ഈക്വൽ ടു OB സ്ക്വയർ പ്ലസ് OC സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ ട്രയാംഗിൾ COD എന്ന് പറയുന്ന ട്രയാംഗിളിൽ നമുക്ക് എന്ത് എഴുതാം? CD സ്ക്വയർ ഈസ് ഈക്വൽ ടു OC സ്ക്വയർ പ്ലസ് OD സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ ഈ ട്രയാംഗിളിലും അപ്ലൈ ചെയ്താൽ AD സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് OD സ്ക്വയർ എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2.
ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. ഇങ്ങനെ നമുക്ക് 4 ഇക്വേഷൻ കിട്ടി. ഓരോ ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് അപ്ലൈ ചെയ്തു? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാൻ. നമുക്ക് വേണ്ടത് ഈ പുറമേ കാണുന്ന സൈഡ്സിന്റെ സ്ക്വയേഴ്സ് ആണ് വേണ്ടത്. അത് നമുക്കറിയാം റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ്. അതുകൊണ്ട് ഈച്ച് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓരോ ട്രയാങ്കിളിന്റെയും ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി? ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ 4 ഇക്വേഷനും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ആഡിങ് 1 + 2 + 3 + 4. 4 ഇക്വേഷനും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്നിച്ച് ആഡ് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്നിച്ച് ആഡ് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് AB² ആണ്. BC² + CD² + AD² is equal to റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. OA² + OB² + OB² + OC² + OC² + OD² + OA² + OD². നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 സൈഡിന്റെയും സ്ക്വയേഴ്സ് കിട്ടിയിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നമുക്ക് നോക്കാം. OA² 2 ടൈംസ് വന്നിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? OA² 2 ടൈംസ് വന്നിട്ടുണ്ട്, 2OA² പ്ലസ് OB² 2 ടൈംസ് വന്നിട്ടുണ്ട്, 2OB². OC² 2 ടൈംസ് വന്നിട്ടുണ്ട്, 2OC². OD² 2 ടൈംസ് വന്നിട്ടുണ്ട്, 2OD² എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് കോമൺ എടുക്കാം? ഒരു 2വിനെ നമുക്ക് കോമൺ എടുക്കാം. ടേക്കിംഗ് 2 ഔട്ട്സൈഡ്. 2 × OA² + OB² + OC² + OD² എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കാം. OA + OB² + OC² + OD² എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ OA²നെ OB² നോക്കുക. നമ്മളിവിടെ ആദ്യം പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. OA എന്ന് പറയുന്നത് OC എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ബൈസെക്ടർ ആണ്. OA OCക്ക് ഈക്വൽ ആണ്, OB ODക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ OA എന്ന് പറയുന്നതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? OA² നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. That is equal to 2 × OA² + OA OBക്ക് പകരം അല്ലെങ്കിൽ OCക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? OA OCക്ക് ഈക്വൽ ആണ്. അപ്പോൾ OCക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാമെന്ന് നോക്കുക. OA² എന്ന് കൊടുക്കാം അല്ലേ? ODക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? OB² എന്ന് കൊടുക്കാം. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. That is equal to 2 × 2OA² + 2OB² എന്ന് കിട്ടും. That is equal to 2 × വീണ്ടും നമുക്ക് വേണമെങ്കിൽ എന്ത് കോമൺ എടുക്കാം? ഇതിനകത്തുനിന്ന് 2വിനെ നമുക്ക് കോമൺ എടുക്കാം അല്ലേ? 2 × OA² നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? OA² എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? AC/2 2 എന്ന് എഴുതാം. കാരണം OA എന്ന് പറയുന്നത് AC-യുടെ പകുതിയാണ് അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? OA എങ്ങനെ എഴുതാം? AC/2 2 എന്ന് എഴുതാം. +2 × OB² നമുക്ക് എങ്ങനെ എഴുതാം? BD² പകുതിയായിട്ട് എഴുതാം. BD/2 2 എന്ന് എഴുതാം. That is equal to നമുക്ക് എന്ത് എഴുതാം? ബാക്കി 2 × ബാക്കി നമുക്ക് എന്തുണ്ട്? ബ്രാക്കറ്റിനകത്ത് ഒരു 2 ഉണ്ട്. ഇൻറ്റു ഇത് ബ്രാക്കറ്റിന് വെളിയിലുള്ളതാണ്. AC²/2 സ്ക്വയർ 4 പ്ലസ് 2 × BD²/2 സ്ക്വയർ 4. That is equal to 2 × നമുക്ക് ക്യാൻസൽ ആക്കാം. 2 ബാക്കി എന്ത് വരും? AC²/2 പ്ലസ് BD²/2 എന്ന് എഴുതാം. ഈ രണ്ടെണ്ണത്തിനകത്ത് നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഒരു 1/2വിനെ കോമൺ എടുക്കാം. ബാക്കി എന്ത് വരും? AC² + BD² എന്ന് എഴുതാം. 2 × ക്യാൻസൽ ആയി പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? AC² + BD² എന്ന് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക. റോംബസിന്റെ സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം ആണ്. ഈസിക്കൽ ടു നമുക്ക് എന്ത് കിട്ടി? റൈറ്റ് ഹാൻഡ് സൈഡ് ഡയഗണൽസിന്റെ സ്ക്വയേഴ്സിന്റെ സം AC² + BD² എന്ന് കിട്ടി. മനസ്സിലായല്ലോ?